മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മൾ സൂപ്പർ നോട്ട്സ് മൈക്രോ നോട്ട്സ് നമ്മുടെ NDPC ബാച്ചുകളിലും ഗ്രൂപ്പ് ഡി ബാച്ചുകളിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുകയാണ്. അപ്പൊ മൈക്രോ നോട്ട്സിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഇപ്പൊ നമുക്ക് എല്ലാം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓർത്തിരിക്കാൻ പറ്റത്തില്ല. GK ആണെങ്കിൽ കുറച്ച് മാർക്ക് മാത്രമേ ഉള്ളൂ, ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ മതി. പക്ഷേ എന്താണ് സിലബസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അവിടെ കൂടുതൽ മാർക്ക് വരുന്ന കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. ആ സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ മൈക്രോ നോട്ട്സ് എന്നൊരു കോൺസെപ്റ്റിലൂടെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ആയിട്ട് ഒരു റിവിഷൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റും. ഒരു സാധനങ്ങളും എന്ത് ചെയ്യത്തില്ല, മറന്നു പോകത്തില്ല. അങ്ങനെ മൈക്രോ നോട്ട്സ് നമ്മളിപ്പോ എല്ലാ ദിവസവും നമ്മുടെ ബാച്ചുകളിൽ നമ്മളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നോക്കുക, ഇന്ന് നമ്മളൊരു 10 മൈക്രോ നോട്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ റിവിഷനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ് ആയിരിക്കും. മാത്രമല്ല മൈക്രോ നോട്ട്സിന്റെ പ്രത്യേകത ഇതിൽ നിന്നായിരിക്കും എന്ത് വരുന്നത്, സ്ട്രാറ്റജിക്ക് ആയിക്കോട്ടെ, GE ആയിക്കോട്ടെ, അതിലെ കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നത് എവിടെ നിന്നായിരിക്കും, മൈക്രോ നോട്ട്സിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ സമയം, ഒരുപാട് സമയം ഇങ്ങനെ വാരി വലിച്ചിട്ട് പഠിക്കുന്നതൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ പറ്റും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ നോട്ട്സ് മൈക്രോ നോട്ട്സ് എന്നൊരു കോൺസെപ്റ്റ് എന്ത് ചെയ്തേക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് ജോഗ്രഫി മാത്രമായിരിക്കത്തില്ല, എല്ലാം കൂടെ ചേർന്നാണ് എന്ത് വരുന്നത്, മൈക്രോ നോട്ട്സ് വരുന്നത് കേട്ടോ. എല്ലാ വിഷയങ്ങളും അതിനകത്ത്, GAയുടെ എല്ലാ വിഷയങ്ങളും അതിനകത്ത് വരും. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടീം മെമ്പേഴ്സ് ആണ്. ഒരു ടീമില് എത്ര കളിക്കാരാണുള്ളത്, ടീം മെമ്പേഴ്സ് ആണ് ഫസ്റ്റ് നോക്കുന്നത്. ഒന്ന്, ഒരു ചെസ് ടീമിലാകെ എത്ര കളിക്കാരുണ്ട്, ഒരാളുണ്ട് അല്ലെ. അപ്പുറത്ത് ഇപ്പുറത്ത് കളിക്കുമ്പോൾ 2 പേരുണ്ട്. പക്ഷെ ഒരു ടീമിലാകെ എത്ര കളിക്കാർ മാത്രമേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ. ചെസ് 1, ബീച്ച് വോളിബോൾ 2 ആണ്. ചെസ് 1, ബീച്ച് വോളിബോൾ 2. പോളോ 4 ആണ്. ഒരു പോളോ ടീമിലാകെ 4 കളിക്കാരുണ്ട്. ദെൻ ബാസ്കറ്റ് ബോൾ, ഫുട്സാൽ 5 പേർ ചേർന്ന് കളിക്കുന്ന ഫുട്ബോൾ ഗെയിമിനെയാണ് നമ്മൾ ഫുട്സാൽ എന്ന് പറയുന്നു. ബാസ്കറ്റ് ബോൾ, ഫുട്സാൽ 5 പേരാണ് ഒരു ടീമിലുള്ളത്. വോളിബോളും ഐസ് ഹോക്കിയും 6 പേരാണ്. വോളിബോളും ഐസ് ഹോക്കിയും ഒരു ടീമിൽ എത്ര ആൾക്കാരുണ്ട്, 6 പേരുണ്ട്. അത് കഴിഞ്ഞ കബഡി, വാട്ടർ പോളോ, നെറ്റ്ബോൾ. കബഡി, വാട്ടർ പോളോ, നെറ്റ്ബോൾ ഒരു ടീമിലാകെ 7 പേരാണുള്ളത്. ബേസ്ബോൾ 9 ആണ്. ബേസ്ബോൾ 9. ദെൻ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി 11. റഗ്ബി 15. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി 11. റഗ്ബി എത്രയാണ്, 15 ആണ്. ഓക്കെ അല്ലെ. ചെസ് 1, ബീച്ച് വോളിബോൾ 2, പോളോ 4. അത് കഴിഞ്ഞ ബാസ്കറ്റ് ബോൾ, ഫുട്സാൽ 5, വോളിബോൾ, ഐസ് ഹോക്കി 6. ദെൻ അത് കഴിഞ്ഞ കബഡി, ദെൻ വാട്ടർ പോളോ, നെറ്റ്ബോൾ 7, ബേസ്ബോൾ 9, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി എത്രയാണ്, 11 ആണ്. റഗ്ബി എത്രയാ, 15 ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഓരോ രാജ്യത്തിന്റെ നാഷണൽ ഗെയിംസ് ഏതാണ്. ഓരോ രാജ്യത്തിന്റെ നാഷണൽ ഗെയിംസ് ഏതാണ്, സെറ്റ് അല്ലേ. ഫസ്റ്റ് ഇന്ത്യയുടെ നാഷണൽ ഗെയിം ഏതാണ്, ഹോക്കിയാണ്. ഇന്ത്യ ഹോക്കി. പാകിസ്ഥാനും എന്ത് തന്നെയാണ്, ഹോക്കി തന്നെയാണ്. അപ്പൊ ഇന്ത്യ ഹോക്കി, പാകിസ്ഥാൻ ഹോക്കി. അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഗെയിം ബുഷ്കാസിയാണ്. ഓക്കെ, ബുഷ്കാസി. അഫ്ഗാനിസ്ഥാൻ ബുഷ്കാസി. ചൈനയുടെ നാഷണൽ ഗെയിം ടേബിൾ ടെന്നീസ് ആണ്. ചൈനയുടെ നാഷണൽ ഗെയിം ഏതാണ്, ടേബിൾ ടെന്നീസ് ആണ്. ഭൂട്ടാന്റെ നാഷണൽ ഗെയിം വന്നിട്ട് ആർച്ചറിയാണ്. ഭൂട്ടാൻ ആർച്ചറി. നേപ്പാൾ വോളിബോൾ ആണ്. നേപ്പാളിന്റെ നാഷണൽ ഗെയിം വോളിബോൾ ആണ്. പണ്ട് ദാണ്ടി ബിയോ ആയിരുന്നു, ഇപ്പോൾ ഏതായിട്ട് മാറി, വോളിബോൾ ആയിട്ട് മാറി. ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, 5 രാജ്യങ്ങളായി. ഇന്ത്യ, പാകിസ്ഥാൻ ഹോക്കി, അഫ്ഗാനിസ്ഥാൻ ബുഷ്കാസി, ചൈന ടേബിൾ ടെന്നീസ് ആണ്. അത് കഴിഞ്ഞ ഭൂട്ടാൻ ആർച്ചറി, ഭൂട്ടാന്റെ ആർച്ചറിയാണ്. ഓക്കെ, അടുത്ത നേപ്പാൾ വോളിബോൾ ആണ്. ബംഗ്ലാദേശിന്റെ നാഷണൽ ഗെയിം വന്നിട്ട് കബഡിയാണ് കേട്ടോ. ബംഗ്ലാദേശിന്റെ നാഷണൽ ഗെയിം കബഡിയാണ്. അത് കഴിഞ്ഞ ശ്രീലങ്ക ആണെങ്കിൽ വോളിബോൾ ആണ്. ശ്രീലങ്ക വന്നിട്ട് വോളിബോൾ. ഓർത്ത് വെച്ചാൽ മതി, നേപ്പാളും ശ്രീലങ്ക നെയ്ബറിംഗ് കൺട്രീസ് ആണ്. രണ്ടിന്റെയും നാഷണൽ ഗെയിം ഏതാണ്, വോളിബോൾ ആണ്. അടുത്ത സ്പെയിനിന്റെ നാഷണൽ ഗെയിം വന്നിട്ട് ബുൾ ഫൈറ്റ് ആണ്. കാളപ്പോരാണ് സ്പെയിനിന്റെ നാഷണൽ ഗെയിം. ദെൻ റഷ്യയുടെ നാഷണൽ ഗെയിം പണ്ട് ചെസ് ആയിരുന്നു, ഇപ്പോൾ അത് ബാൻഡി ആയിട്ട് മാറി. അപ്പോൾ റഷ്യയുടെ നാഷണൽ ഗെയിം വന്നിട്ട് ബാൻഡി ആണ്. ഓക്കെ, ബാൻഡി. ഇന്തോനേഷ്യ, മലേഷ്യ. ഇന്തോനേഷ്യ, മലേഷ്യ ബാഡ്മിന്റൺ ആണ്. ഇന്തോനേഷ്യയുടെ മലേഷ്യയുടെ നാഷണൽ ഗെയിം വന്നിട്ട് ബാഡ്മിന്റൺ ആണ്. ഓക്കെ, ബാഡ്മിന്റൺ. അടുത്ത അമേരിക്കയുടെ നാഷണൽ ഗെയിം, ദെൻ ക്യൂബയുടെ നാഷണൽ ഗെയിം വന്നിട്ട് ബേസ്ബോൾ ആണ്. അമേരിക്ക, ക്യൂബ, ബേസ്ബോൾ. അമേരിക്ക, ക്യൂബ വന്നിട്ട് ബേസ്ബോൾ ആണ്. കാനഡ ഐസ് ഹോക്കി. കാനഡ ഐസ് ഹോക്കി. 3 രാജ്യങ്ങൾ, ഒന്ന് സൗത്ത് ആഫ്രിക്ക, 2 ന്യൂസിലൻഡ് ആണ്. സൗത്ത് ആഫ്രിക്ക, ന്യൂസിലൻഡ്, സ്കോട്ട്ലൻഡ്. സൗത്ത് ആഫ്രിക്ക, ന്യൂസിലൻഡ്, സ്കോട്ട്ലൻഡ്. ഈ 3 രാജ്യങ്ങളുടെ നാഷണൽ ഗെയിം വന്നിട്ട് സൗത്ത് ആഫ്രിക്ക, ന്യൂസിലൻഡ്, സ്കോട്ട്ലൻഡ്. ഈ 3 രാജ്യങ്ങളുടെ നാഷണൽ ഗെയിം വന്നിട്ട് റഗ്ബിയാണ്. നാഷണൽ ഗെയിം വരുന്നത് റഗ്ബി, 15 പേര് കളിക്കാരുള്ള റഗ്ബി. നെക്സ്റ്റ് ഓസ്ട്രേലിയയുടെ നാഷണൽ ഗെയിം ക്രിക്കറ്റ് ആണ്. ഇംഗ്ലണ്ടിന് 2 നാഷണൽ ഗെയിമുകളുണ്ട്, ഒന്ന് ഫുട്ബോൾ ആണ്, രണ്ടാമത് ക്രിക്കറ്റ് ആണ്. ഫുട്ബോളും ക്രിക്കറ്റും. അർജന്റീനയുടെ നാഷണൽ ഗെയിം വന്നിട്ട് നമ്മൾ വിചാരിക്കും അർജന്റീന ഫുട്ബോൾ ആണ്, ഒരിക്കലുമില്ല. അർജന്റീനയുടെ നാഷണൽ ഗെയിം വന്നിട്ട് പാറ്റോ ആണ്. പാറ്റോ. അർജന്റീന നാഷണൽ ഗെയിം വന്നിട്ട് പാറ്റോ ആണ്. ദെൻ ജപ്പാന്റെ നാഷണൽ ഗെയിം വന്നിട്ട് സുമോ റെസ്ലിംഗ് ആണ്. ജപ്പാന്റെ നാഷണൽ ഗെയിം സുമോ ഗുസ്തി. ഓക്കെ, അത് കഴിഞ്ഞ് ഇറാൻ നോക്കുകയാണെങ്കിൽ അത് ഫ്രീ സ്റ്റൈൽ ഗുസ്തിയാണ്. ആരുടെ നാഷണൽ ഗെയിം ആയിട്ട് വരുന്നത്, ഇറാന്റെ നാഷണൽ ഗെയിം ആയിട്ട് വരുന്നത്
ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ് ആണ്. ദെൻ ബ്രസീലിന്റെ നാഷണൽ ഗെയിം വന്നിട്ട് പേര് തന്നെയുണ്ട്, ആ ഓർമ്മയിൽ തന്നെയുണ്ട്, ആ മണത്തിൽ തന്നെയുണ്ട്. ബ്രസീൽ എന്താണ്? ഫുട്ബോൾ ആണ്. സോ ബ്രസീലിന്റെ നാഷണൽ ഗെയിം വന്നിട്ട് ഫുട്ബോൾ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ നോക്കി. ഒന്ന്, ഒരു ടീമിലാകെ എത്ര പ്ലെയേഴ്സ് ആണ് ആകെ ഉള്ളത്. രണ്ട്, ഓരോ രാജ്യത്തിന്റെ നാഷണൽ ഗെയിം എന്താണ്. എത്ര പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തു? റിവൈസ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡാംസ്, അതിൽ ഏറ്റവും ആദ്യത്തേത് ഏതാണ്, ഏറ്റവും വലുത് ഏതാണ്, നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. സോ ഇവിടെ നോക്കുക, ഇന്ത്യയിലെ ആദ്യ ഡാം. സോ ഫസ്റ്റ് ഡാം ഇൻ ഇന്ത്യ ഗ്രാൻഡ് ഡാം ഓർ കല്ലണ ഡാം ആണ്. ഇന്ത്യയിൽ ആദ്യ ഡാമാണ് ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണ ഡാം. AD 2-ാം നൂറ്റാണ്ടിൽ കരികാല ചോളൻ കാവേരിക്ക് കുറുകെ തമിഴ്നാട്ടിൽ നിർമ്മിച്ചു. ആരാ കരികാല ചോളൻ? നമ്മുടെ PS1 PS2 സിനിമയിൽ വിക്രമില്ലേ, വിക്രമാണ് കരികാല ചോളൻ. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആദ്യ ഡാമാണ് ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണ ഡാം. AD 2-ാം നൂറ്റാണ്ടിൽ കരികാല ചോളൻ കാവേരിക്ക് കുറുകെ തമിഴ്നാട്ടിൽ നിർമ്മിച്ചു. ഇന്ത്യയിൽ നിലവിൽ പ്രവർത്തിക്കുന്നവയിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഡാമും ഏത് തന്നെയാണ്? ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണ ഡാം ആണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് ഭക്ര. സത്ലജിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിലാണ് ഭക്ര വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം അതും ആര് തന്നെയാണ്? ഭക്രയാണ്. 226 മീറ്റർ ആണ് ഭക്രയുടെ ഹൈറ്റ് വരുന്നത്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഭക്ര, സത്ലജ്, ഹിമാചൽ പ്രദേശിലാണ്. ഈ ഡാമിന്റെ ഉദ്ഘാടന സമയത്താണ് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞത്, ആധുനിക ഭാരതത്തിന്റെ ക്ഷേത്രങ്ങളാണ് ഡാമുകൾ എന്ന് പറഞ്ഞത് ഈ ഡാമിന്റെ ഇനോഗ്രേഷൻ ടൈമിലാണ്. എന്നാൽ ഓൺ ദ ബേസിസ് ഓഫ് വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ജലസംഭരണ ശേഷിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് ഇന്ദിരാ സാഗർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദ, മധ്യപ്രദേശിലാണ് ഇന്ദിരാ സാഗർ സ്ഥിതി ചെയ്യുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഡാം ഇൻ ഇന്ത്യ, ഇന്ദിരാ സാഗർ, നർമ്മദ, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും അധികം ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി അതും ആര് തന്നെയാണ്? നർമ്മദയാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി നർമ്മദയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം എന്താണ്? ഗ്രാവിറ്റി ഡാം എന്ന് വെച്ചാൽ വെള്ളം കൊടുക്കുന്ന ആ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സിനെ ഡാം റീറ്റെയിൻ ചെയ്യുന്നത് അതിന്റെ ഗ്രാവിറ്റി ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ നിർമ്മിക്കുന്ന ഡാമുകളെയാണ് നമ്മൾ ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദ, ഗുജറാത്തിലാണ് സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്നത്. ഈ സർദാർ സരോവറിന് 4 ബെനിഫിഷ്യറി സ്റ്റേറ്റ്സ് ഉണ്ട്. ഈ സർദാർ സരോവർ പദ്ധതിയുടെ 4 ഗുണഭോക്തൃ സംസ്ഥാനങ്ങളാണ്. ഒന്ന്, ഇരിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. 2, വെള്ളം ഏറ്റവും അധികം ആവശ്യമുള്ള സംസ്ഥാനം രാജസ്ഥാൻ. 3, മധ്യപ്രദേശാണ്. 4, മഹാരാഷ്ട്രയാണ്. അങ്ങനെ സർദാർ സരോവറിന് 4 ബെനിഫിഷ്യറി സ്റ്റേറ്റ്സ് ആണ് ആകെ ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസൺട്രി ഡാം. സോ മേസൺട്രി ഡാം ബേസിക്കലി ഇത്രയേ ഉള്ളൂ. കല്ല് കൊണ്ട് നിർമ്മിക്കുന്ന ഡാമുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മേസൺട്രി ഡാം എന്ന് പറയുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസൺട്രി ഡാമാണ് നാഗാർജുന സാഗർ സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണ, തെലങ്കാന. ഇന്ത്യയിലെ ഏറ്റവും വലിയ മേസൺട്രി ഡാമാണ് നാഗാർജുന സാഗർ, കൃഷ്ണ, തെലങ്കാന. അത് കഴിഞ്ഞ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എർത്ത് ഡാം ഹിരാക്കുഡാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം വരുന്നത് പണ്ട് ടർബേലായിരുന്നു. സോ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എർത്ത് ഡാം ബാണാസുര സാഗർ. വയനാട് ജില്ലയിൽ കബനിയുടെ കൈവഴിയായ കരമനത്തോടിലാണ് ബാണാസുര സാഗർ നിർമ്മിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എർത്ത് ഡാം ബാണാസുര സാഗർ. ഒന്നാമത് വന്നിട്ട് ഹിരാക്കുഡ് മഹാനദി, ഒഡീഷ. 2, ബാണാസുര സാഗർ. നമ്മുടെ മഹാബലിയുടെ മകനാണ് ബാണാസുരൻ. ആരാ ബാണാസുരൻ? മഹാബലിയുടെ മകനാണ് ബാണാസുരൻ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത് ഓർത്ത് വെച്ചേക്കുക, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് തഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി റിവർ, ഉത്തരാഖണ്ഡിലാണ് തഹരി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഉയരം 260.5 മീറ്റർ ആണ് തഹരി ഡാമിന്റെ ഹൈറ്റ് വരുന്നത്. സോ ദ ഹയസ്റ്റ് ഡാം ഇൻ ഇന്ത്യ തഹരി ഡാം. ഏതു നദിയിലാണ്? ഭാഗീരഥിയിലാണ്. ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ആദ്യ ആർച്ച് ഡാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ആണ് ഇടുക്കി ഡാം. ഈ ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ, കേരളത്തിലാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഹൈറ്റ് വന്നിട്ട് 555 ഫീറ്റ് ആണ്. 169 മീറ്റർ അല്ലെങ്കിൽ 555 ഫീറ്റ് ആണ് ഇടുക്കി ഡാമിന്റെ ഹൈറ്റ് വരുന്നത്. ഏഷ്യയിലെ ആദ്യ ആർച്ച് ഡാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഇടുക്കി ഡാം ആണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണെന്ന് ചോദിച്ചാൽ ദ ലോങ്സ്റ്റ് ഡാം ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദി, ഒഡീഷയിലാണ് ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാം
ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ പ്രോജക്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ ഡാമും ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ പ്രോജക്റ്റുമാണ് ത്രീ ഗോർജസ് ആണ്. ത്രീ ഗോർജസ് യാങ്സി നദിക്ക് കുറുകെ ചൈനയിൽ നിർമ്മിച്ചിരിക്കുന്ന ത്രീ ഗോർജസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡാമും ഹൈഡ്രോ പവർ പ്രോജക്റ്റും എല്ലാം ഏതാണ്? ത്രീ ഗോർജസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇന്ത്യയിലെ ആദ്യത്തെ ഡാം ഏതാണെന്ന് മനസ്സിലായി, ഏറ്റവും വലുത്, പല തരത്തിലുള്ള ഡാമുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തു മനസ്സിലാക്കാൻ പറ്റി, റിവിഷൻ കൊടുക്കാൻ പറ്റി. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പതുക്കെ അങ്ങ് മൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ, കോൺട്രിബ്യൂഷൻ ഓഫ് അതർ കൺട്രീസ് ഇൻ ഇന്ത്യ. ഓരോ രാജ്യവുമായിട്ട് സഹകരിച്ച് ഇന്ത്യയിൽ നിർമ്മിച്ച പ്രോജക്റ്റുകൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓരോ രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രോജക്റ്റുകൾ. ഫസ്റ്റ് ഒന്ന് ഭിലായി ആണ്. സോ ഭിലായി ഏത് രാജ്യവുമായി സഹകരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? റഷ്യയുമായി സഹകരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭിലായ്. സോ ഭിലായ് റഷ്യയുമായി സഹകരിച്ച് നിർമ്മിച്ചിരിക്കുന്നു. ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1955 ഇത് കമ്മീഷൻ ചെയ്തത്, 1955. ഓക്കെ, അത് കഴിഞ്ഞ് ബൊക്കാറോ ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. ബൊക്കാറോ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ് ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത്. റഷ്യയുമായി സഹകരിച്ചാണ് ബൊക്കാറോ നിർമ്മിച്ചിരിക്കുന്നത്. റഷ്യയുമായിട്ട് സഹകരിച്ച് ബൊക്കാറോ നിർമ്മിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് കമ്മീഷൻ ചെയ്ത വർഷം 1964 എന്ത് ചെയ്തത്? ബൊക്കാറോ കമ്മീഷൻ ചെയ്തത്. സോ ഭിലായ് 1955, ബൊക്കാറോ 1964. അത് കഴിഞ്ഞ് ദുർഗാപൂർ ആണ്. ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ് ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത്. ദുർഗാപൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു? വെസ്റ്റ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ദുർഗാപൂർ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു, വെസ്റ്റ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. UK സഹകരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഒരുപാട് വർഷങ്ങൾ പറയുന്നുണ്ട്. 55 എന്നും പറയാൻ തെറ്റില്ല, 62 എന്നും പറയാൻ എന്തില്ല തെറ്റില്ല, 55 ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ PSCക്ക് പഠിക്കുമ്പോൾ 62 മാത്രം നോക്കുക. കാര്യം SCRTക്ക് കിടക്കുന്ന വർഷം 62 ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് റൂർക്കേല ഒഡീഷയിലാണ് റൂർക്കേല സ്ഥിതി ചെയ്യുന്നത്. റൂർക്കേല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. റൂർക്കേല ഒഡീഷ. ജർമ്മനിയുമായി സഹകരിച്ചാണ് റൂർക്കേല നിർമ്മിച്ചിരിക്കുന്നത്. കമ്മീഷൻ ചെയ്ത വർഷം 1955 കമ്മീഷൻ ചെയ്തത്. ഓക്കെ ആണ്. ഭിലായ് റഷ്യ, ബൊക്കാറോ റഷ്യ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ഓക്കെ, ഇതിരിക്കുന്ന സ്ഥലങ്ങൾ മറന്നു പോകാതിരിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞുതരാം. ആ കോഡ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളാം. കോഡ് ഇതാണ് ബംഗാളിലെ ദുർഗ. കോഡ് ഇതാണ് ബംഗാളിലെ ദുർഗ. ഓക്കെ, ബംഗാളിലെ ദുർഗ. ദെൻ ജാറിലെ ബൊക്ക. ബംഗാളിലെ ദുർഗ, ജാറിലെ ബൊക്ക. ബംഗാളിലെ ദുർഗ, ജാറിലെ ബൊക്ക, ഭിലയുടെ ചതി. ബംഗാളിലെ ദുർഗ, ജാറിലെ ബൊക്ക, ഭിലയുടെ ചതിയും, റൂറിലെ ഒറയും. ഓക്കെ, രചനാ സംവിധാനം ഞാൻ തന്നെയാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു പാട്ട് പോലെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടും. ദുർഗാപൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു? വെസ്റ്റ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. ദെൻ ബൊക്കാറോ എവിടെ സ്ഥിതി ചെയ്യുന്നു? ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. ജാറിലെ ബൊക്ക ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. ഭിലയുടെ ചതിയും, ഭിലായ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു. ഭിലായ് ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു. റൂറിലെ ഒറയും. റൂർക്കേല എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ് റൂർക്കേല സ്ഥിതി ചെയ്യുന്നത്. തെറ്റത്തില്ല, ഒരിക്കലും തെറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് കാനഡയുമായി സഹകരിച്ചാണ്. ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് കാനഡയുമായി സഹകരിച്ചാണ്. നീണ്ടകര ഫിഷിംഗ് പ്രോജക്ട് നോർവേയുമായിട്ട് സഹകരിച്ചാണ് നീണ്ടകര ഫിഷിംഗ് പ്രോജക്ട് നിർമ്മിച്ചിരിക്കുന്നത്. മാട്ടുപ്പെട്ടി പ്രോജക്ട് നിർമ്മിച്ചിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡുമായിട്ട് സഹകരിച്ചാണ് മാട്ടുപ്പെട്ടി പ്രോജക്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു കാറ്റിൽ പ്രോജക്റ്റ് ആണ്. അത് കഴിഞ്ഞ അമ്പലമുകൾ ഓയിൽ റിഫൈനറി അമേരിക്കയുമായി സഹകരിച്ചാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണശാലയായ അമ്പലമുകൾ ഓയിൽ റിഫൈനറി നിർമ്മിച്ചിരിക്കുന്നത്. ഈ 3 അത്ര ഇമ്പോർട്ടന്റ് പഠിക്കേണ്ട കാര്യം. നമുക്കൊരു നാഷണൽ വൈഡ് എക്സാം ആണ് ഇത് വരുന്നത്. കിട്ടി പോയാൽ പോയി, അത്രയേ ഉള്ളൂ. ഓക്കെ, KKPP. ദെൻ കൊച്ചിൻ പോർട്ട് ജപ്പാനുമായി സഹകരിച്ചാണ് കൊച്ചിൻ പോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ പൈത്താൻ ഹൈഡ്രോ പവർ പ്രോജക്ട്. ഈ പൈത്താൻ ഹൈഡ്രോ പവർ പ്രോജക്ട് ഗോദാവരിയിൽ നിർമ്മിച്ചിരിക്കുന്ന, മഹാരാഷ്ട്രയിലെ ഗോദാവരിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ആണ് പൈത്താൻ. ജയഗ്വാഡി ഡാമിലാണ് പൈത്താൻ ഹൈഡ്രോ പവർ പ്രോജക്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഏത് രാജ്യവുമായി സഹകരിച്ചാണ് പൈത്താൻ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ജപ്പാനുമായിട്ട് സഹകരിച്ചാണ് പൈത്താൻ ഹൈഡ്രോ പവർ പ്രോജക്ട് നിർമ്മിച്ചിരിക്കുന്നത്. ജപ്പാനുമായിട്ട് സഹകരിച്ചാണ് പൈത്താൻ ഹൈഡ്രോ പവർ പ്രോജക്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ അപ്സര ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ റിയാക്ടർ ആണ്. ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ റിയാക്ടർ അപ്സരയാണ്. ഈ അപ്സര ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിലെ മാത്രമല്ല, ഏഷ്യയിലെ തന്നെ ആദ്യ ന്യൂക്ലിയർ റിയാക്ടർ ഏതായിരുന്നു? അപ്സരയായിരുന്നു. ഓക്കെ, ഈ അപ്സര ഒരു പൂൾ ടൈപ്പ് റിയാക്ടർ ആണ് അപ്സര. ഇനി താരാപൂർ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ താരാപൂർ ആണ്. ഈ താരാപൂർ അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്.
സോ താരാപൂർ അമേരിക്കയുമായി സഹകരിച്ച് നിർമ്മിച്ചു. നെക്സ്റ്റ് വൺ, കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ റഷ്യയുമായി സഹകരിച്ചാണ് കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. റഷ്യയുമായി ഓക്കെ, കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത് റഷ്യയുമായിട്ട് സഹകരിച്ചാണ് കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ദെൻ ജയ്താപൂർ ആണെങ്കിലോ, ജയ്താപൂർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഫ്രാൻസുമായിട്ട് സഹകരിച്ചാണ് ജയ്താപൂർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഫ്രാൻസുമായിട്ട് സഹകരിച്ചാണ്. നെക്സ്റ്റ് വൺ, നിക്കി അപ്പാച്ചെ ഇന്ത്യയുടെ ആദ്യ സൗണ്ടിങ് റോക്കറ്റ് ആണ് നിക്കി അപ്പാച്ചെ. ഒരുപക്ഷെ നിങ്ങൾ വിക്രം സാരാഭായ് എന്ന് നെറ്റിൽ സർഫ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫസ്റ്റ് ഇമേജ് ഇതാണ്. ഒരു സൈക്കിളിൽ ഒരു റോക്കറ്റിന്റെ ഹെഡും കൊണ്ട് ഇദ്ദേഹം പോകുന്ന രംഗം. ബാക്കിൽ നിന്ന് ഒരു കാളവണ്ടിയിൽ നിന്നാണ് ഇതിന്റെ ബാക്കി പാർട്സും ഉണ്ട്. അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന വഴിയാണ്, എയർപോർട്ടിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുവരുന്നു, നമ്മുടെ തുമ്പയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗമാണ് ആ ഒരു ഫോട്ടോയിൽ നമ്മൾ കാണാൻ പറ്റുന്ന. ഏതാണ് റോക്കറ്റിന്റെ ഹെഡ്? നിക്കി അപ്പാച്ചെയാണ്. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യ സൗണ്ടിങ് റോക്കറ്റ് ആണ് നിക്കി അപ്പാച്ചെ. ഏത് രാജ്യത്തിൽ നിന്നാണ് നിക്കി അപ്പാച്ചെ ഇമ്പോർട്ട് ചെയ്തത്? അമേരിക്കയാണ്. ഓക്കെ, അമേരിക്ക. ഒരിക്കൽ കൂടെ, അപ്സര ബ്രിട്ടൻ, താരാപൂർ അമേരിക്ക, കൂടംകുളം റഷ്യ, ജയ്താപൂർ ഫ്രാൻസ് ആൻഡ് നിക്കി അപ്പാച്ചെ അമേരിക്ക. നെക്സ്റ്റ് വൺ, ബ്രഹ്മോസ് എയർ മിസൈൽ. ബ്രഹ്മോസ് എയർ മിസൈൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മിസൈലാണ് ബ്രഹ്മോസ്. അപ്പൊ ബ്രഹ്മോസ് റഷ്യയുമായിട്ട് സഹകരിച്ച് നിർമ്മിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ബരാക്ക് 8 മിസൈൽ. ബരാക്ക് 8 മിസൈൽ ഇസ്രായേലിൽ നിന്നാണ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. ബരാക്ക് 8 മിസൈൽ. നെക്സ്റ്റ് വൺ, മിറാഷ് ഫൈറ്റർ പ്ലെയിൻ ആയിക്കോട്ടെ. കാർഗിൽ വാറിൽ ഇന്ത്യയുടെ നട്ടല്ലായിരുന്ന മിറാഷ് ഫൈറ്റർ പ്ലെയിൻ, അല്ലെങ്കിൽ ഇപ്പോൾ മേടിച്ചേക്കുന്ന റഫാൽ ആയിക്കോട്ടെ. ഈ മിറാജും റഫാലും എല്ലാം തന്നെ ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യ മേടിച്ചേക്കുന്നത്. ഫ്രാൻസിലെ ദസോ ഏവിയേഷൻ എന്നൊരു കമ്പനിയിൽ നിന്നാണ് ഇന്ത്യ മേടിച്ചേക്കുന്നത്. ഇനി മിക്സ് സീരീസ് ഫൈറ്റർ പ്ലെയിൻ ആയിക്കോട്ടെ, സുഖോയ് സീരീസ് ഫൈറ്റർ പ്ലെയിൻ ആയിക്കോട്ടെ, മിഗ് ആയാലും സുഖോയ് ആയാലും ഇന്ത്യ റഷ്യയിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. ഓക്കെ, അവസാനമായിട്ട് S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ഇന്ത്യയുടെ ഏറ്റവും മോസ്റ്റ് മോഡേണൈസ്ഡ് ആയിട്ടുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റം S-400. സോ S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ റഷ്യയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം നമുക്കൊന്ന്. ഫസ്റ്റ് വൺ, ഒന്ന് ഭിലായ് റഷ്യ, ബൊക്കാറോ റഷ്യ, ദുർഗാപൂർ ബ്രിട്ടൻ, ദെൻ റൂർക്കേല ജർമ്മനി. അത് കഴിഞ്ഞടുത്ത ഇടുക്കി ഡാം കാനഡ. ദെൻ അത് കഴിഞ്ഞടുത്ത പൈത്താൻ ഹൈഡ്രോ പവർ പ്രോജക്ട് ജപ്പാനാണ്. അപ്സര ബ്രിട്ടൻ, താരാപൂർ അമേരിക്ക, കൂടംകുളം റഷ്യ, ജയ്താപൂർ ഫ്രാൻസ് ആണ്. നിക്കി അപ്പാച്ചെ അമേരിക്ക, ബ്രഹ്മോസ് മിസൈൽ റഷ്യ, ബരാക്ക് 8 മിസൈൽ ഇസ്രായേൽ, മിറാഷ് റഫേൽ ഫ്രാൻസ് ആണ്. ദെൻ മിക്സ് സീരീസ് ആയിക്കോട്ടെ, സുഖോയ് സീരീസ് ആയിക്കോട്ടെ റഷ്യ, S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റം റഷ്യ. നെക്സ്റ്റ് 2 പോയിന്റ്സ്. ഒന്ന്, അപ്സരയും താരാപൂർ. എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ റിയാക്ടർ, അതായത് ഫ്യൂവൽ ഉണ്ടാക്കുന്ന സ്ഥലം. ഓക്കെ, ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ റിയാക്ടർ അത് അപ്സരയാണ്. ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്തത്. 1956 ഓഗസ്റ്റ് 4 ഇത് കമ്മീഷൻ ചെയ്തു. മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ്സ് എ പൂൾ ടൈപ്പ് റിയാക്ടർ. ഇനി താരാപൂർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ് താരാപൂർ. അതായത് ഫ്യൂവൽ ഉണ്ടാക്കുന്നത് റിയാക്ടറിലാണ്, അത് വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ്? പവർ സ്റ്റേഷനാണ്. സോ ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ താരാപൂർ 1969 ഇത് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയത്. 1969 മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് താരാപൂർ. ഇത് അമേരിക്കയിൽ നിന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആരുമായിട്ട് സഹകരിച്ച് നിർമ്മിച്ചു? അമേരിക്കയുമായിട്ട് സഹകരിച്ച് നിർമ്മിച്ചു. 2 പോയിന്റ്, ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ റിയാക്ടർ അപ്സര, ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആരാണ്? താരാപൂർ ആണ്. ഇന്ത്യയുടെ എനർജി സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയാണ്. ഓക്കെ, മഹാരാഷ്ട്ര. അപ്സര, താരാപൂർ ഒക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി പഠിച്ചോടാം, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് എല്ലാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഒന്ന്, കൽപ്പാക്കം നിലവിൽ ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. കൽപ്പാക്കം എവിടെ സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ്. കൽപ്പാക്കം തമിഴ്നാട്. കൂടംകുളം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കൽപ്പാക്കം തമിഴ്നാട്, കൂടംകുളം തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും അധികം ന്യൂക്ലിയർ പവർ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഇന്ന് തമിഴ്നാടാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന ആണവ നിലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും ഇത് തന്നെയാണ്, തമിഴ്നാടാണ്. സോ കൽപ്പാക്കം അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി അറ്റോമിക് പവർ സ്റ്റേഷൻ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. കൂടംകുളം റഷ്യ. then അത് കഴിഞ്ഞ നെക്സ്റ്റ് അടുത്ത കൈഗ എവിടെ സ്ഥിതി ചെയ്യുന്നത്? കർണാടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷന്റെ ഫ്യൂല് വന്നിട്ട് യുറേനിയം 235 ആണ് കൂടംകുളത്തിന്റെ ഫ്യൂല് വരുന്നത്. ദെൻ കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ കർണാടകത്തിലെ ആങ്ഷി നാഷണൽ പാർക്കിലാണ് കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. സോ കൈഗ കർണാടക. ദെൻ റാവത്ത് ഭാട്ട അല്ലെങ്കിൽ കോട്ട ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചമ്പൽ നദിയുടെ തീരത്തായിട്ടാണ് കോട്ട ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ തെർമൽ പവർ സ്റ്റേഷൻ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ചമ്പലിന്റെ തീരത്താണ്. അത് കഴിഞ്ഞ മാഹി ബൻസ്വര രാജസ്ഥാനിലെ സ്ഥിതി ചെയ്യുന്നു. കോട്ടയുടെ ഒരു ഭാഗമാണിത്. മാഹി ബൻസ്വര സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ. നറോറ ഉത്തർപ്രദേശിലാണ്. നറോറ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. നറോറ ഉത്തർപ്രദേശ്. അത് കഴിഞ്ഞ താരാപൂർ മഹാരാഷ്ട്ര. കാക്രപ്പാറ.
കാക്രപ്പാറ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. കാക്രപ്പാറ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി കുറച്ച് കൺസ്ട്രക്ഷനിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഫേസിലുള്ള കുറച്ച് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആണ്. ഒന്ന് കൊവാഡ. കൊവാഡ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആന്ധ്രാപ്രദേശിലാണ്. കൊവാഡ ആന്ധ്രാപ്രദേശ്. ഭീംപൂർ മധ്യപ്രദേശിലാണ്. ഭീംപൂർ മധ്യപ്രദേശ്. ചുഡ്ക മധ്യപ്രദേശ്. കൊവാഡ ആന്ധ്രാപ്രദേശ്. അത് കഴിഞ്ഞ ഭീംപൂർ മധ്യപ്രദേശ്. ചുഡ്ക മധ്യപ്രദേശ്. ഗോരഖ്പൂർ ഹരിയാന. മിതിവിർദി ഗുജറാത്തിലാണ്. അതുപോലെ ജയ്താപൂർ, ഇപ്പോ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ജയ്താപൂർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. ദെൻ ബ്രൗൺ എനർജി എന്ന വാക്ക് അറ്റോമിക് എനർജിയാണ് എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് നാഷണൽ അനിമൽസ് ആണ്. ഓരോ രാജ്യത്തിന്റെയും പ്രധാനപ്പെട്ട നാഷണൽ അനിമൽസ്. ഓക്കെ, ഫസ്റ്റ് നോക്കി ഇന്ത്യയുടെ നാഷണൽ അനിമൽ ആണ് റോയൽ ബംഗാൾ ടൈഗർ. 1972 റോയൽ ബംഗാൾ ടൈഗറിനെ ഇന്ത്യയുടെ നാഷണൽ അനിമൽ ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. ഇന്ത്യയിൽ ബംഗാൾ ടൈഗറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാബിറ്ററ്റ് ആണ് മനാസ്, ആസാം. ഇന്ത്യയിൽ ബംഗാൾ കടുവകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവാസ കേന്ദ്രം ആസാമിലെ മനാസ് ആണ്. ഓക്കെ, 1973 പ്രോജക്ട് ടൈഗർ ഒക്കെ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് അടുത്ത് നോക്കുക, സയന്റിഫിക് നെയിം എന്താണ്? പാന്തര ടൈഗ്രിസ് ആണ് സയന്റിഫിക് നെയിം ആയിട്ട് വരുന്നത്. ദെൻ അമേരിക്കയുടെ നാഷണൽ അനിമൽ വന്നിട്ട് ബാൾഡ് ഈഗിൾ ആണ് നാഷണൽ അനിമൽ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ബേർഡ് ആയിട്ട് വരുന്നത്. യുകെയുടേത് ലയൺ ആണ്. ചൈനയുടെ വന്നിട്ട് ജയന്റ് പാണ്ട. ചൈനയുടെ നാഷണൽ അനിമൽ ഏതാണ്? ജയന്റ് പാണ്ട. കാണാനൊക്കെ നല്ല രസമാണ് ജയന്റ് പാണ്ട. ഈ ജയന്റ് പാണ്ടയുടെ പ്രത്യേകത, ചൈന വേറെ ഏതെങ്കിലും ഒക്കെ രാജ്യത്തിന് ഈ ജയന്റ് പാണ്ടയെ കൊടുത്താലും അത് കുറച്ചു കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ തിരിച്ചൊക്കെ മേടിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. തിരിച്ച് മേടിക്കുമ്പോൾ ഒരു ആൾക്കാരൊക്കെ മൊത്തം കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഈ പാണ്ഡ അങ്ങ് തിരിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് റഷ്യയുടെ വന്നിട്ട് യുറേഷ്യൻ ബ്രൗൺ ബിയർ ആണ് റഷ്യയുടെ നാഷണൽ അനിമൽ. ഓസ്ട്രേലിയയുടെ നാഷണൽ അനിമൽ വന്നിട്ട് കങ്കാരു ആണ്. ഓക്കെ, റെഡ് കങ്കാരു ആണ് ഓസ്ട്രേലിയയുടെ നാഷണൽ അനിമൽ. ഓക്കെ, അടുത്ത ബംഗ്ലാദേശിനെ നോക്കുകയാണെങ്കിൽ റോയൽ ബംഗാൾ ടൈഗർ തന്നെയാണ് ഇന്ത്യയുടെ നാഷണൽ അനിമലും. ബംഗ്ലാദേശിന്റെ നാഷണൽ അനിമലും ആര് തന്നെയാണ്? റോയൽ ബംഗാൾ ടൈഗർ ആണ്. അടുത്ത പാകിസ്ഥാനെ നോക്കുകയാണെങ്കിൽ മാർഖോർ ആണ്. ഓക്കെ, മാർഖോർ എന്ന് വെച്ചാൽ ഈ നമ്മുടെ ആടിനൊക്കെ പോലിരിക്കുന്ന ഒരു സാധനം, ഇരവെളുത്തൊക്കെ കാണത്തില്ലേ ആ സാധനം, അതേപോലത്തെ അതിന്റെ മറ്റൊരു തരത്തിലൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുക്കുഷിലൊക്കെ ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. മാർഖോർ. നേപ്പാളിന്റെ നാഷണൽ അനിമൽ വന്നിട്ട് പശുവാണ്, കൗവാണ്. അത് കഴിഞ്ഞ് ശ്രീലങ്ക നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയുടെ നാഷണൽ അനിമൽ എന്ന് വെച്ചാൽ ശ്രീലങ്കൻ എലഫന്റ് ആണ് ശ്രീലങ്കയുടെ നാഷണൽ അനിമൽ ആയിട്ട് വരുന്നത്. അതിന് അവസാനമായിട്ട് ജപ്പാന്റെ നാഷണൽ അനിമൽ നോക്കുകയാണെങ്കിൽ മയില് പോലെ ഇരിക്കുന്ന, കോഴിയെ പോലെ ഇരിക്കുന്ന ഒരു പക്ഷിയാണ്. ഗ്രീൻ ഫെസന്റ് ആണ് ജപ്പാന്റെ നാഷണൽ അനിമൽ ആയിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോടാ, 1 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യ ബംഗാൾ ടൈഗർ, ബംഗ്ലാദേശ് ബംഗാൾ ടൈഗർ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണെങ്കിൽ ബാൾഡ് ഈഗിൾ ആണ്. UK ലയൺ. ചൈന ജയന്റ് പാണ്ട. അത് കഴിഞ്ഞ് റഷ്യ യുറേഷ്യൻ ബ്രൗൺ ബിയർ. ഓസ്ട്രേലിയ റെഡ് കങ്കാരു. അത് കഴിഞ്ഞ പാകിസ്ഥാൻ മാർഖൂർ. നേപ്പാൾ കൗ. ശ്രീലങ്കൻ എലഫന്റ്. ജപ്പാൻ ആണെങ്കിൽ എന്താണ്? ഗ്രീൻ ഫെസന്റ് ആണ് ജപ്പാന്റെ നാഷണൽ അനിമൽ ആയിട്ട് വരുന്നത്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് ഡേയ്സ് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഡേയ്സ്. ഒന്ന്, ആർമി ഡേ. ഇന്ത്യയുടെ നാഷണൽ ആർമി ഡേ വന്നിട്ട് ജനുവരി 15 ആണ് നാഷണൽ ആർമി ഡേ. അത് കഴിഞ്ഞ് നേവി ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസംബർ 4 ആണ്. അപ്പൊ ആർമി ഡേ ജനുവരി 15, നേവി ഡേ നോക്കുകയാണെങ്കിൽ ഡിസംബർ 4 ആണ്. എയർഫോഴ്സിന്റെ ദിനം വന്നിട്ട് എയർഫോഴ്സ് ദിനം ഒക്ടോബർ 8 ആണ് എയർഫോഴ്സ് ഡേ. സോ എയർഫോഴ്സ് ഡേ വന്നിട്ട് ഒക്ടോബർ 8. കാർഗിൽ വിജയ് ദിവസം നോക്കുകയാണെങ്കിൽ ജൂലൈ 26 ആണ് കാർഗിൽ വിജയ് ദിവസം വരുന്നത്, ജൂലൈ 26. നാഷണൽ ഡിഫൻസ് ഡേ ഡിസംബർ 7. നാഷണൽ ഡിഫൻസ് ഡേ വന്നിട്ട് ഡിസംബർ 7 ആണ് നാഷണൽ ഡിഫൻസ് ഡേ ആയിട്ട് വരുന്നത്. ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നു. നെക്സ്റ്റ് അടുത്ത കുറച്ച് ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് സെന്ററുമായി ബന്ധപ്പെട്ട കുറച്ച് ആസ്ഥാനങ്ങൾ. ഒന്ന്, ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. അന്തരീക്ഷ് ഭവൻ ബാംഗ്ലൂരിലാണ് ISRO. അതുപോലെ തന്നെ ആൻഡ്രിക്സ് കോർപ്പറേഷനൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. സോ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 1969 ഓഗസ്റ്റ് 15 സ്ഥാപിതമായ ISROയുടെ ആസ്ഥാനം എവിടെയാണ്? അന്തരീക്ഷ് ഭവൻ ബാംഗ്ലൂർ. അത് കഴിഞ്ഞ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC. ISROക്ക് വേണ്ടി റോക്കറ്റുകൾ നിർമ്മിക്കുന്നത് VSSC ആണ്. VSSCയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് VSSCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത്. ദെൻ UR റാവു സാറ്റലൈറ്റ് സെന്റർ ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്നു. കൺട്രോളും ബാക്കിയെല്ലാം ചെയ്യുന്നത് അവിടെ നിന്നാണ്. UR റാവു സാറ്റലൈറ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ ആണ്. ദെൻ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം, ബാംഗ്ലൂരു, തമിഴ്നാട്. ഈ 3 സ്ഥലങ്ങളിലാണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഫ്യൂലും ബാക്കിയെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഈ സ്ഥലത്ത് നിന്നാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, സതീഷ് ധവാൻ സ്പേസ് സെന്റർ. സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, ഇന്ത്യയുടെ സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സതീഷ് ധവാൻ സ്പേസ് സെന്റർ
ആന്ധ്രാപ്രദേശിൽ പുലിക്കാട്ടിലേക്കിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്റർ നെല്ലൂർ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് സാറ്റലൈറ്റും ബാക്കിയെല്ലാം ലോഞ്ച് ചെയ്യുന്നത്. ഇതെവിടെ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവസാനമായിട്ട് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ SAC അഹമ്മദാബാദ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും ആസ്ഥാനങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കാം. നെക്സ്റ്റ് വൺ IPL വിന്നേഴ്സ് ആണ്. 2021 IPL വിജയിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു. 2022 വന്നിട്ട് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. 2023 ചെന്നൈ സൂപ്പർ കിങ്സ്. 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ജസ്റ്റ് ലാസ്റ്റ് 2 വർഷങ്ങളൊന്ന് ഓർത്തിച്ചേക്കാം. 2023 ചെന്നൈ സൂപ്പർ കിങ്സും 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് 2024 IPL നേടിയത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു 11 ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തു റിവൈസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ മൈക്രോ നോട്ട്സിന്റെ ലക്ഷ്യം തന്നെ ഇതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടന്റ് നിങ്ങളുടെ എഫോർട്ട് മാക്സിമം കുറയ്ക്കുക. നിങ്ങളുടെ റിവിഷൻ കുറച്ച സമയത്ത് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ റിവിഷൻ എന്ത് ചെയ്യുക നടത്തുക. നിങ്ങളെ ജോലിയിലേക്ക് കൊണ്ടെത്തിക്കുക, നിങ്ങളെ ജോലിയിലേക്ക് കൈപിടിച്ച് കയറ്റുക. ഇതാണ് സൂപ്പർ നോട്ട്സിന്റെ എയിമായിട്ട് വരുന്നത്. നമ്മളാണ് ആദ്യമായിട്ടല്ല ഇപ്പോഴും നമ്മളാണ് NDPCക്കും ഗ്രൂപ്പ് ഡിക്കും മലയാളം ക്ലാസ്സസ് എന്ത് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മലയാളം നോട്ട്സ് എന്ത് ചെയ്തത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മലയാളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അവർക്ക് മെന്റർഷിപ്പ് കൊടുത്തത്. അതായത് എന്റെ നമ്പർ വരെ എല്ലാ പിള്ളേരും കൊടുത്തേക്കുന്ന, ഞാൻ അങ്ങനെയല്ല പറയുന്നത്, മീൻസ് സാധാരണ ഒരു നമ്പർ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ കൊടുക്കത്തുള്ളൂ. പക്ഷെ നമ്മുടെ മോട്ടോ തന്നെ ഇതാണ്. ഒരു കുട്ടിക്ക് ഒരു കൺസേൺ ഉണ്ടെങ്കിൽ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അഡ്രസ് ചെയ്തിരിക്കും. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അവർക്കൊരു ഇഷ്യൂ ആയിക്കോട്ടെ, അത് ഉണ്ടാവാൻ നമ്മൾ സമ്മതിക്കത്തില്ല. അത് നമ്മൾ എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 മാസം കഴിഞ്ഞുള്ളൂ, 6ാമത്തെ മാസമാണ്. ഓക്കെ, അപ്പൊ അവിടെ ചിലപ്പോൾ എന്താണ്, ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു കുറച്ചും കൂടി ഒരു സപ്പോർട്ട് വേണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ എല്ലാ കസ്റ്റമർ കെയർ നമ്പറും അവർക്ക് ഓപ്പൺ ആയിരിക്കും. ഇനി ഓക്കെ, എന്റെ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കേൾക്കണം. അത് സൂപ്പർ നോട്ട്സിന്റെ ഒരു മോട്ടയാണ്. മാത്രമല്ല ഏറ്റവും മികച്ച കണ്ടന്റ് എന്ത് ചെയ്യണം, ഡെലിവർ ചെയ്യണം. ഏറ്റവും മികച്ച ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം കൊടുക്കണം. ഏറ്റവും മികച്ച നോട്ട്സ് എന്ത് ചെയ്യണം കൊടുക്കണം. അങ്ങനെ എല്ലാ തരത്തിലും പിള്ളേരെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അവരുടെ ജോലിയിലേക്ക് കൈപിടിച്ച് കിട്ടുക. ഇതാണ് സൂപ്പർ നോട്ട്സ് ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ബാച്ച് ഇപ്പോൾ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടുന്നുണ്ട്. ഗ്രൂപ്പ് ഡിയുടെ ബാച്ചാണ്, ഗ്രൂപ്പ് ഡിയുടെ എലൈറ്റ് ബാച്ച്. രണ്ടാമത് NDPCയുടെ ക്രാഷ് ബാച്ച് ആണ്. അപ്പോൾ ക്ലാസ് ഒക്കെ എന്തായിരിക്കും, തകർപ്പായിരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8281223366. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. തകർക്കാം നമുക്ക്. സോ ക്ലാസ്സിൽ കാണാം.